ഹലോ ഗൈസ്, ജിതിൻ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല കോഴീൻ്റെ കരട് നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വരട്ടിയെടുക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു കിലോ കരട് നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കരട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ, ബാക്കി നമ്മൾ എടുത്തില്ല, കരൾ മാത്രം. പിന്നെ ഇത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. കാശ്മീർ ഒരു സ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ തന്നെ നമ്മുടെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണോളം നമ്മൾ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ശകലം എടുത്തിട്ടുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഉപ്പുണ്ട്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ എത്ര ആവശ്യം വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ചത്, പേസ്റ്റ് ആക്കിയിട്ടില്ല. പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ കല്ലിലിട്ട് ഇങ്ങനെ ഇടിച്ച് നമ്മളിങ്ങനെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും 1 സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓണാക്കിയ ശേഷം ലൈറ്റർ വെച്ചൊന്ന് കത്തിക്കുക. എന്നിട്ട് നമ്മുടെ ചട്ടി ഇങ്ങോട്ട് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാവുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പം അതിലേക്ക് നമ്മൾ ശകല ഓയിൽ അങ്ങോട്ട് ഒഴിച്ചെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, നല്ല ചൂടാവുന്നിടം വരെ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കടുക് അങ്ങ് പൊട്ടിത്തെറിക്ക് സൗണ്ട് കേൾക്കണമെങ്കിൽ നമ്മുടെ എണ്ണ അങ്ങോട്ട് തിളച്ചങ്ങ് മറിയണം. അതൊരൊന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ എണ്ണ അങ്ങോട്ട് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് പൊട്ട് കണ്ട, തൃശ്ശൂർ പൂരത്തിൽ പൊട്ടുന്ന പോലെ പൊട്ടുന്ന. ജസ്റ്റ് ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെറുങ്ങനെ ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളി. ഇത് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണമെങ്കിൽ. ശേഷം നമുക്ക് നമ്മുടെ പച്ചമുളക് 2 പച്ചമുളക് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളി നമ്മളിങ്ങോട്ട് ആഡ് ചെയ്യാണ് കേട്ടോ. എല്ലാം നമ്മളിങ്ങനെ ആഡ് ചെയ്ത് അതിന് ശേഷം നമ്മുടെ കറിവേപ്പില നമ്മളിങ്ങനെ തണ്ട് ഇരിഞ്ഞിട്ട് ഇങ്ങനെ ചെറവറാന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ശകല ഉപ്പും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉള്ളി വാടി കിട്ടും. നമ്മുടെ സവോള നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും. കുറച്ച് സമയം ഇങ്ങനെ വേണ്ടി വരും കേട്ടോ. നമ്മൾ നല്ല വഴറ്റി എടുക്കണം. നല്ല ഉള്ളിയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാണ്ട് നോക്കുക. പിന്നെ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. യെസ്, അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അധികം വഴറ്റാൻ നിന്ന് ഞാൻ കരി പോലെയായി പോകും. അപ്പോൾ നമ്മൾ അധികം നിൽക്കുന്നില്ല, ഒരു മീഡിയം ലെവലിൽ വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ തീ അങ്ങോട്ട് കുറച്ചുകൂടെ കുറയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ നമ്മുടെ മുളക് പൊടി അങ്ങോട്ടേക്ക് ഇങ്ങനെ തട്ടുക. ഉള്ളിലേക്ക് ഒരു സൈഡിലേക്ക് ആക്കി വെക്കണം കേട്ടോ ഗൈസ്. അതിനുശേഷം നമ്മുടെ ചിക്കൻ മസാല നമ്മൾ 2 സ്പൂൺ വെച്ചിട്ടാണ് ചിക്കൻ മസാലയും അതുപോലെ മുളക് പൊടി എടുത്തത്. 1 സ്പൂൺ വെച്ചിട്ടാണ് നമ്മുടെ മല്ലിപ്പൊടി എടുത്തേക്കണേ ഗൈസ്. അപ്പോൾ അത് നമ്മളിട്ടു. പിന്നെ നമ്മുടെ കാശ്മീരി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്, ഇച്ചിരി കളറൊക്കെ കിട്ടിട്ട് വിചാരിച്ച്. പിന്നെ ഇതേപോലെ നമ്മൾ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അതും 1 സ്പൂണാണ് നമ്മൾ എടുത്തേക്കണേ. ഒരു ശകല മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിത്തട്ടി നമുക്ക് അങ്ങോട്ട് ഒരു ഇളക്കം അങ്ങോട്ട് ഇളക്കാം. പിന്നെ കൈ പൊള്ളാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലഗറോ കാര്യങ്ങളോ തുണി ഇട്ടിട്ട് നമ്മുടെ ചട്ടിയിലൊന്ന് പിടിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മുടെ മസാല കരിയാണ്ട് നോക്കുക. മസാല കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കറി തന്നെ നമുക്ക് പണി പാടിക്കും ഗൈസ്. നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. മസാല അടി പിടിക്കരുത്. ഈ മസാലയാണ് ഈ കറീൻ്റെ നമ്മളെ ഏറ്റവും വലിയ കൂട്ടെന്ന് പറഞ്ഞാൽ ഈ മസാലയാണ്. മസാലയിൽ പാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ പിടിച്ചാൽ കിട്ടത്തില്ല. നന്നായിട്ട് നമുക്ക് മസാല അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇളക്കുക.
ഗൈസ് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ കരൾ അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മൊത്തം ചിക്കൻ്റെ കരൾ അങ്ങോട്ടേക്ക് നമ്മൾ ഇട്ടിട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് ഇടുക. എന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. നമ്മുടെ പ്ലഗർ എടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ തുണി എടുക്കാൻ മറക്കരുത്. കൈ പൊള്ളി പണ്ടാരടങ്ങും. നന്നായിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് മറിക്കുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചിക്കനിലേക്കൊക്കെ നമ്മുടെ മസാലയൊക്കെ അങ്ങ് പിടിച്ചിട്ടുണ്ടല്ലോ, സെറ്റ് ആവുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു അരമണിക്കൂർ നമ്മൾ ഇങ്ങനെ ഒരു കുറഞ്ഞ തീയിൽ നമ്മൾ വേവിക്കുക. നന്നായി മൂടി വെക്കുക. അപ്പം അത്യാവശ്യം നമ്മുടെ കരളിലൊക്കെ മസാലയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ശകലൊരു മീഡിയം തീയിൽ നമുക്ക് ഫ്ലെയിമിൽ നമുക്ക് മൂടി വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ് നമ്മൾ നോക്കണം. ഉപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഉപ്പ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ഉപ്പ് ആവശ്യത്തിന് വേണോ അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ശകലം ഉപ്പ് ഇടുന്നത്, ഞാൻ നമ്മുടെ ഉള്ളി വഴറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപ്പിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ശകലം ഉപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് വേവിക്കാനായിട്ട് നമുക്ക് വെക്കാം. ഇതൊന്ന് മൂടി വെക്കേണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആവും. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെക്കുന്നത്. നന്നായി ഇളക്കിയ ശേഷം നമ്മളിങ്ങനെ മൂടി വെക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് ഇടയ്ക്ക് മൂടി വെച്ചെന്ന് വെച്ചാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കാൻ വേണ്ടിയിട്ടില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ചൂടാവട്ടെ. നമുക്ക് നല്ല ആവിയൊക്കെ കയറി നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഒരു 10-20 മിനിറ്റോളം നമുക്കിങ്ങനെ നിൽക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് 5-10 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ പൊള്ളാതെ പതിയെ നമ്മുടെ മൂടൽ അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്ലഗറോ അതുപോലെ തന്നെ കയ്യിലും എടുത്തിട്ട് നന്നായി പിടിക്കുക. അതിന് ശേഷം മാത്രം ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഇളക്കുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും നമുക്ക് എന്താ ചെയ്യുക, വീണ്ടും നമ്മുടെ മൂടൽ വെച്ച് മൂടി വെച്ച് ഒരു 5-10 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നുകൂടെ നമ്മൾ മൂടുകയാണ്. ഇനി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പാർട്സ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഉപ്പ് ആദ്യം ഉണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് മാറ്റാം. ഉപ്പ് നോക്കാൻ ഒരു ശകല പീസും കൂടി പ്ലേറ്റിലേക്ക് ഇങ്ങോട്ട് ഇടുക. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊളി, സൂപ്പർ, നല്ല ഉപ്പുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ, അടിപൊളി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിക്കൻ്റെ പാർട്സ് പറ്റിയത് വീഡിയോ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് നല്ല കുക്ക് ചെയ്ത് നമ്മളിങ്ങനെ ചെറിയൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല കപ്പേൻ്റെ ഒക്കെ കൂടെ കഴിക്കാനുണ്ടല്ലോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണുകളൊന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.